ധീരൻ ദേവദത്ത് ഷാജി എഴുതി സംവിധാനം ചെയ്ത സിനിമയാണിത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ്. ഫസ്റ്റ് അദ്ദേഹം എഴുതിയൊരു സിനിമ ഉണ്ടായിരുന്നു, പലർക്കും അറിയാം, ഭീഷ്മപർവം. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എഴുതുന്ന സിനിമ, അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാനം. റീസെൻ്റായിട്ട് ഇതിന് ഹൈപ്പ് കൂടിയത് ഇവരുടെ ടീമിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂകൾക്ക് ശേഷമാണ്. സീനിയർ ഗ്യാങ് അവരൊരു പട തന്നെ ഈ സിനിമയിലുണ്ട്. ജഗദീഷ്, അശോകൻ, മനോജ് കെ ജയൻ, സുധീഷ്, വിനീത്, ഇവരൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവരെല്ലാം കൂടെ വന്നാണ് പടം പ്രൊമോഷൻ ചെയ്ത് നാലാൾക്ക് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടെന്ന് അറിയിച്ചതും കാര്യങ്ങളൊക്കെ. ധീരൻ എന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് രാജേഷ് മാധവനാണ്. യുവതാരങ്ങളുടെ ഒരു നിരയും കൂടെ ഉണ്ട്. നമുക്കിഷ്ടമുള്ള കുറേ താരങ്ങളുണ്ട്. ശബരീഷ് വർമ്മയുണ്ട്, അഭിരാമുണ്ട്. അപ്പം അങ്ങനെ സിനിമ മൊത്തത്തിൽ നല്ല കാസ്റ്റിംഗ് കൊണ്ട് ഓരോ സീനിൽ വരുന്നവർ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. നമുക്ക് അതായത് പോപ്പുലർ ആർട്ടിസ്റ്റ് ആയിരിക്കും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. പറയാൻ പറഞ്ഞ ഒരു പേരാണ് സിദ്ധാർത്ഥ് ഭരതൻ. പുള്ളി തകർത്തിട്ടുണ്ട്. ആകപ്പാടെ 10-20 മിനിറ്റേ ഉള്ളൂ പുള്ളി, പക്ഷെ പുള്ളി തകർത്തു. കോമഡിയാണ് മെയിൻ. കഥ ഒരു നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ കുറച്ച് ആൾക്കാർ, കുറച്ച് ഫണ്ണി ആൾക്കാർ അവരൊരു പ്രശ്നത്തിൽ ചെന്ന് വിടുന്നു. അല്ലെങ്കിൽ അവരായിരിക്കത്തില്ല, ഒരു മെയിൻ നായകൻ തന്നെയാണ് പ്രശ്നത്തിൽ ചെന്ന് വിടുന്നത്. അപ്പോൾ ഇവർ ഇതിൽ എങ്ങനെയോ പാർട്ടാവുന്നു, എന്നിട്ട് ഇവരെല്ലാം കൂടെ പ്രശ്നം പരിഹരിക്കുന്നു. പഴയ ദിലീപ് സിനിമകളല്ലേ, പഴയ സിദ്ദിഖ് ലാൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടുള്ള ഒരു പരിപാടി. അത് കുറേ നാളിന് ശേഷം ആ ഒരു ജോണർ വരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതൊരു ഫ്രഷ്നെസ് ആയിരുന്നു കുറേ നാളിന് ശേഷം കാണുന്നതുകൊണ്ട്. പിന്നെ അത് വേറൊരു സ്ഥലത്ത് പോകുന്നു, മിക്കവാറും അത് വേറെ ഒരു തമിഴ്നാട്ടിലായിരിക്കും. ഇതിലും അങ്ങനെ തന്നെ അതെങ്ങനെ അവർ പരിഹരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് പരിപാടി. പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. സീനിയർ നടന്മാർ ഒരാളെ പോലും അങ്ങനെ എടുത്തു പറയേണ്ടതില്ല. എല്ലാവരും തകർത്തിട്ടുണ്ട്, എല്ലാവരും ഒരുപോലെ. കോമഡിയൊക്കെ കൂടുതലുള്ളത് സുധീഷിനാണ്. പിന്നെ അഭിരാമിൻ്റെ കാര്യം എടുത്തു പറയണം. പുള്ളിയുടെ കോമഡി ടൈമിംഗ് അസാധ്യമാണ്. പിന്നെ ഡയറക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഓക്കേഷ് ഡയറക്ഷനാണ്, ഒരു ഓൾഡ് സ്കൂൾ മേക്കിംഗ് ആണ്. പലയിടത്തും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ടെക്നിക്കലിയും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ അറിയാനുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഏരിയ, അതാണ് ഇതിൽ ഏറ്റവും വലിയ നെഗറ്റീവ്. ഈ സിനിമയുടെ അവസാനത്തെ ഒരു 30 മിനിറ്റ് അതുവരെ കൊണ്ടുവന്ന ഇതിൻ്റെ കംപ്ലീറ്റ് ഫ്ലോ കളഞ്ഞു. അവസാനത്തെ 30 മിനിറ്റ് ഭയങ്കര ബോറാണ്. അതായത് നമുക്ക് കാണുമ്പോൾ ബോറടിക്കുമെന്നല്ല, നമ്മൾ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് ഇതെന്ത് തട്ടിക്കൂട് സെറ്റപ്പ്. പടക്കം പൊട്ടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ വക്ക തട്ടിക്കൂട് സെറ്റപ്പ്. പൈസ ഇല്ലാതെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി, പടം എങ്ങനെയും ഒന്ന് തീർക്കണം അതിനുവേണ്ടി ചെയ്ത പോലെ ഉണ്ട്. ഒരു എൻഡിങ് ഭയങ്കര മടുപ്പായി പോയി. അതുവരെ ഒരു 1.25 മണിക്കൂർ കൊണ്ട് തന്ന സാധനം അവസാനത്തെ അരമണിക്കൂറിൽ കൊണ്ട് കല ഉടച്ചു. 2.25 മണിക്കൂറാണ് ഡ്യൂറേഷൻ. അതാണ് ഭയങ്കര ഇത് വന്നത്. ആ ഒരു ഏരിയ കംപ്ലീറ്റ് നിരാശയായിരുന്നു. ഒരു സിനിമയുടെ എപ്പോഴും ഏറ്റവും ഒരു കീ പോയിന്റ് അതിൻ്റെ ആ ലാസ്റ്റ് 30 മിനിറ്റ്, ലാസ്റ്റ് 15 മിനിറ്റ് ആണ്. അത് പോയാൽ പിന്നെ നമുക്ക് ആ ഒരു കിക്ക് പോവും ഇറങ്ങുമ്പോഴത്തേക്ക്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അകത്തൊക്കെ വിലയിരുത്തിയാൽ പല സ്ഥലത്തും ചിരിക്കാൻ വകയുള്ള സിനിമയാണ് ധീരൻ. ഉറപ്പായിട്ടും പുതിയ കഥകളോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും ഒരു തവണ കണ്ടിരിക്കാം. ഇവരുടെ പെർഫോമൻസിലും ഒക്കെ ഒരു തവണ കണ്ടിരിക്കാം. ഏറ്റവും മെയിൻ കാര്യം, കുറേ നാളെ ഒരു നല്ല സിനിമ, മലയാള സിനിമ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് കോമഡി പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു നോൺ ലോജിക്കൽ കോമഡി പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധീരൻ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.